പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിമർശനം. ചൈന ഭാരതത്തിന്റെ ഭൂമി പിടിച്ചെടുത്തു എന്ന വിവാദ പരാമർശത്തിൽ സുപ്രീം കോടതിയുടെ പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് യോഗത്തിൽ വിമർശനമുണ്ടായിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ കാലം രാജ്യത്തിന്റെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിക്കുന്ന അമിത് ഷായെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ജിഷ്ണു, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ഇപ്പോൾ വിമർശനം വന്നിരിക്കുകയാണ്. ചൈന ഭാരതത്തിന്റെ ഭൂമി പിടിച്ചെടുത്തു എന്ന വിവാദ പരാമർശത്തിലാണ് ഇപ്പോൾ പരാമർശം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ദേവിക, എൻഡിഎയുടെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രാഹുലിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉന്നയിച്ചിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുമ്പോഴും രാജ്യ നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകളും പ്രതികരണങ്ങളും നടത്തുന്നു. കൂടാതെ നേരത്തെ നടത്തിയിട്ടുള്ള പ്രസ്താവനയുമായി ബന്ധപ്പെട്ട ചൈന ഭാരതത്തിന്റെ ഭൂമി പിടിച്ചടക്കിയെന്ന പ്രസ്താവനയിൽ കഴിഞ്ഞ ദിവസം രാജ്യത്തെ പരമോന്നത നീതിപീഠം സുപ്രീം കോടതി അതിരൂക്ഷമായിട്ടുള്ള പ്രതികരണവും പ്രസ്താവനയും ചോദ്യങ്ങളും രാഹുലിനെതിരെ ഉയർത്തിയിരുന്നു. ഇതുകൂടി ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുലിനെതിരെ എൻഡിഎ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വിമർശനം ഉയർന്നത്. കൂടാതെ യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെ പ്രധാനമന്ത്രി പ്രശംസിക്കുകയുണ്ടായി. ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയായി പ്രവർത്തിക്കുന്ന സേവനമനുഷ്ഠിക്കുന്ന അമിത്ഷായെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. കൂടാതെ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ എൻഡിഎ എംപിമാർ ചേർന്നുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ വിജയത്തിൽ പ്രശംസിക്കുകയുണ്ടായി. ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ മഹാദേവ് എന്നിവയുടെ വിജയവുമായി ബന്ധപ്പെട്ടൊരു പ്രമേയം ഏകകണ്ഠമായി എൻഡിഎ പാർലമെന്ററി യോഗം പാസ്സാക്കുകയുണ്ടായി. പഹൽഗാം ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് അനുശോചനം അറിയിച്ചു. കൂടാതെ രാജ്യത്തിന്റെ സൈന്യത്തിന്റെ ധീരതയെയും വീരത്തെയും പ്രശംസിക്കുകയും അതിന് നേതൃത്വം നൽകിയിട്ടുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുകയുണ്ടായി. രാജ്യസഭയിലെയും ലോക്സഭയിലെയും എൻഡിഎയുടെ മുഴുവൻ അംഗങ്ങളും ഈ യോഗത്തിൽ പങ്കെടുത്തു. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പെടുത്ത പശ്ചാത്തലത്തിൽ ആ വിഷയവും യോഗത്തിൽ ചർച്ചയായി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ മാസം 21 ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി. നിലവിൽ എൻഡിഎ സംബന്ധിച്ച് വളരെ കൃത്യമായി ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചെടുക്കാനുള്ള സാഹചര്യം പാർലമെന്റിലുണ്ട്. രാജ്യസഭയിലെയും ലോക്സഭയിലെയും മുഴുവൻ അംഗങ്ങൾക്കാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ടാവുക. ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി ആരാകണം എന്നത് സംബന്ധിച്ചൊരു പ്രാഥമിക കൂടിയാലോചന, എൻഡിഎ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി ആരാകണമെന്നൊരു പ്രാഥമിക കൂടിയാലോചന നേരത്തെ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ, പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ എൻഡിഎയുടെ മുതിർന്ന നേതാക്കളുമായി നടത്തിയിരുന്നു. ദേവിക. ശരി ജിഷ്ണു.